ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശനത്തിനിടെ അവിടുത്തെ പ്രമുഖ ദിനപത്രം പ്രസിദ്ധീകരിച്ച വിവാദ കാർട്ടൂൺ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ ഒരു പാമ്പാട്ടിയായി ചിത്രീകരിച്ചുകൊണ്ട് നോർവേയിലെ ഏറ്റവും വലിയ ബ്രോഡ്ഷീറ്റ് പത്രമായ ആഫ്റ്റൻ പോസ്റ്റനാണ് ഈ ചിത്രം പുറത്തുവിട്ടത്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും നയതന്ത്രപരമായ വിയോജിപ്പുകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വംശീയാധിക്ഷേപം, കൊളോണിയൽ മനോഭാവം എന്നിവ ആരോപിച്ച് കടുത്ത അമർശമാണ് ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ തലസ്ഥാനമായ ഓസ്ലോയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് പത്രത്തിന്റെ ഒപ്പീനിയൻ വിഭാഗത്തിൽ ഈ കാർട്ടൂൺ ഇടം പിടിച്ചത്. ഫ്രാങ്ക് റോസാവിക് എന്ന മുതിർന്ന പത്രപ്രവർത്തകൻ എഴുതിയ ലേഖനത്തോടൊപ്പമാണ് ഈ ചിത്രം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തെയും ഊർജ്ജ ആവശ്യങ്ങളെയും വിശകലനം ചെയ്യുന്നതായിരുന്നു ലേഖനം. എന്നാൽ ഇതിനായി തിരഞ്ഞെടുത്ത ദൃശ്യാവിഷ്കാരം കടുത്ത വംശീയമായ മുൻവിധികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കാർട്ടൂണിൽ നരേന്ദ്രമോദിയെ പരമ്പരാഗത രീതിയിൽ നിലത്തിരുന്ന് മകുടമൂതുന്ന ഒരു പാമ്പാട്ടി ആയാണ് വരച്ചിരിക്കുന്നത്. എന്നാൽ കൊട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാമ്പിന് പകരം പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന നോസിൽ പൈപ്പാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യയിൽ നിന്നടക്കം ഇന്ത്യ നടത്തുന്ന എണ്ണ ഇറക്കുമതിയും നോർവേ ഉൾപ്പെടെയുള്ള നോർഡിക് രാജ്യങ്ങളിൽ നിന്ന് ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യത്തെയുമാണ് കാർട്ടൂൺ ലക്ഷ്യമിട്ടതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചിത്രത്തിനൊപ്പം പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചുകൊണ്ട് നൽകിയ വരികളും പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നു. ബുദ്ധിമാനും ലേശം ശല്യപ്പെടുത്തുന്നവനുമായ മനുഷ്യൻ എന്നാണ് ലേഖനത്തിൽ മോദിയെ വിശേഷിപ്പിച്ചത്. അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിന് സമാനമായി മോദി ഇന്ത്യ ഫസ്റ്റ് നയമാണ് പിന്തുടരുന്നതെന്നും എന്നാൽ ഭീഷണികളിലൂടെയല്ല മറിച്ച് പുഞ്ചിരിയുടെ കരാറുകളിൽ ഒപ്പിട്ടാണ് ഇന്ത്യ ലക്ഷ്യം നേടുന്നതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. എങ്കിലും നൽകിയിരിക്കുന്ന കാർട്ടൂൺ വിവേചനപരമാണെന്നാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ പക്ഷം. ഇന്ത്യയെ ഇപ്പോഴും അന്ധവിശ്വാസങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ പാമ്പാട്ടികളുടെ നാടായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കൊളോണിയൽ മനോഭാവത്തിന്റെ തുടർച്ചയാണിതെന്ന് നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടുന്നു. ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യയിലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലും GDP വളർച്ചയിലും ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഇത്തരം വില കുറഞ്ഞ വംശീയ ചിത്രീകരണങ്ങളിലേക്ക് തിരിയുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിച്ചു. 140 കോടി ജനങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിക്കെതിരെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യമല്ല മറിച്ച് അധിക്ഷേപമാണെന്ന് വിമർശകർ വാദിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ മുൻകാലങ്ങളിലും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ഇത്തരം കാർട്ടൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2022 ഒക്ടോബറിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വാർത്ത നൽകിയ സ്പാനിഷ് പത്രമായ ലാ വാൻഗാർഡിയയും പാമ്പാട്ടിയുടെ പ്രതീകം ഉപയോഗിച്ച് വിവാദത്തിലായിരുന്നു. മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അമേരിക്കയിലെ മാഡിസൺ സ്ക്വയറിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ സ്റ്റീരിയോ ടൈപ്പുകളെ തള്ളിക്കളഞ്ഞിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയെ പാമ്പാട്ടികളുടെ നാടായി കണ്ടവർ ഇന്ന് ഇന്ത്യക്കാർ കമ്പ്യൂട്ടർ മൗസ് കൊണ്ട് വിസ്മയം തീർക്കുന്ന മൗസ് ചാർമർമാരായി മാറിയത് കാണണമെന്നായിരുന്നു അന്ന് മോദി പറഞ്ഞത്. ഈ കാർട്ടൂൺ വിവാദം കനക്കാൻ മറ്റൊരു പ്രധാന കാരണം നോർവേയിൽ വെച്ചുണ്ടായ ഒരു മാധ്യമ തർക്കമാണ്. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷം ഇരു നേതാക്കളും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വേദി വിട്ടിരുന്നു. ഇതിനു പിന്നാലെ നോർവീജിയൻ മാധ്യമ പ്രവർത്തകയായ ഹെല്ലി ലിങ് തന്റെ എക്സ് ഹാൻഡിലെ ഒരു വീഡിയോ പങ്കുവച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച മാധ്യമ സ്വാതന്ത്ര്യമുള്ള നോർവേയിലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി നൽകുന്നില്ല എന്ന് അവർ ആക്രോശിക്കുന്നത് വീഡിയോയിൽ കേൾക്കാമായിരുന്നു. മാധ്യമ പ്രവർത്തകയുടെ ഈ പോസ്റ്റ് വൈറലായതോടെ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചയായി മാറി. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ 157-ാം സ്ഥാനത്താണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വിമർശനം കടുപ്പിച്ചത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളെയും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് നോർവേയിലെ പത്രപ്രവർത്തകർ രംഗത്തെത്തിയതോടെ നയതന്ത്ര അങ്കലാപ്പുകൾ ഉടലെടുത്തു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞൻ CB ജോർജ് മാധ്യമ പ്രവർത്തകയുടെ ചോദ്യങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ വലിപ്പവും വൈവിധ്യവും മനസ്സിലാക്കാത്ത ചില ഏജൻസികളുടെ അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ വായിച്ചാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇത്തരം നിഗമനങ്ങളിൽ എത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ മാത്രം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രാദേശിക ഭാഷകളിലുമായി 200-ലധികം വാർത്താ ചാനലുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി സുരക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലേഖനത്തിലെ രാഷ്ട്രീയമായ വിയോജിപ്പുകളേക്കാൾ അതിനൊപ്പം നൽകിയ കാർട്ടൂണിലെ വംശീയതയാണ് ഇപ്പോൾ ഇന്ത്യക്കാരെയും പ്രവാസി സമൂഹത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വംശീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന പത്രത്തിനെതിരെ നോർവേയിലെ ഇന്ത്യൻ അംബാസഡർ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിക്കണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്രപരമായി ഒട്ടേറെ സാധ്യതകളുള്ള ഭാരത നോർഡിക് ഉച്ചകോടിയുടെ തിളക്കം കെടുത്താൻ ഈ മാധ്യമ വിവാദത്തിന് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.